നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യോങ്കർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരമായി. അമേരിക്കയിലെ ഓണാഘോഷങ്ങൾക്ക് മാറ്റ് തുടക്കം കുറിക്കുന്നു. ടെക്സസ് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 82ആയി. പ്രളയം ഇനിയും ഉണ്ടാവാമെന്ന് ഗവർണർ. മസ്കിന്റെ പാർട്ടി ട്രഷററായ ഇന്ത്യൻ വംശജൻ അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് പരിചയസമ്പന്നൻ. വാർത്തകൾ വിശദമായി. യോങ്കർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ വർഷത്തെ പെരുന്നാൾ ജൂലൈ 5, 6 തീയതികളിൽ ഭംഗിയായി നടന്നു. ജൂലൈ 5-ാം തീയതി വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും വചന ശുശ്രൂഷയും നടത്തി. 6-ാം തീയതി ഞായറാഴ്ച റവറൻ ഫാദർ സുജിത് തോമസ് പ്രധാന കാർമ്മികനായി നടന്ന വിശുദ്ധ കുർബാനയിൽ മുൻവികാരി റവറൻ ചെറിയാൻ നീലാങ്കൽ കോർ എപ്പിസ്കോപ്പ, വികാരി റവറൻ ഫാദർ ജോബ്സൺ കോട്ടപ്പുറത്ത് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ബ്ലോക്ക് ചുറ്റി ഭക്തി നിർഭരമായ ഘോഷയാത്രയും തുടർന്ന് നേർച്ച വിളമ്പും നടന്നു. പെരുന്നാൾ ഭംഗിയായി നടത്താൻ സഹകരിച്ച എല്ലാവരെയും ജോബ്സൺ അച്ഛൻ പ്രത്യേകം അഭിനന്ദിച്ചു. സെക്രട്ടറി ജോസി മാത്യു നന്ദി പ്രകാശിപ്പിച്ചു. റോയ് എബ്രഹാം ആയിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ കോർഡിനേറ്റർ. ന്യൂസ് ഡെസ്ക് മലയാളി. മൂന്ന് മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പ ഐശ്വര്യ സമ്പൂർണമായ തുടക്കം കുറിക്കുന്നു. ഓഗസ്റ്റ് 9-ാം തീയതി ശനിയാഴ്ച 11 മണിയോടുകൂടി ആഘോഷങ്ങൾ ആരംഭിക്കും. 26-20 വാഷിംഗ്ടൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററാണ് ആഘോഷവേദി. വിഭവസമൃദ്ധമായ പരമ്പരാഗത ഓണസദ്യയ്ക്ക് പുറമെ കണ്ണിനും കാതിനും കുളിർമയേകുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നത്. വർണ്ണശബളമായ പൂക്കളം, വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി മാവേലി മന്നനെ എതിരേൽക്കുന്ന ഘോഷയാത്ര, യുവതികളുടെ തിരുവാതിര നൃത്തം തുടങ്ങിയവയ്ക്ക് ശേഷം യുവജനങ്ങളുടെ നൃത്തച്ചുവടുകളും ഇമ്പമാർന്ന ഗാനാലാപനങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. 40-ലധികം സ്പോൺസേഴ്സ് ഇതിനോടകം തന്നെ സാമ്പത്തിക പിന്തുണ നൽകിയത് മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ പ്രവർത്തന പാരമ്പര്യത്തിനുള്ള ഒരു അംഗീകാരമാണ്. വമ്പിച്ച ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സീറ്റുകൾ ഉറപ്പുവരുത്താൻ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. ടെക്സസിൽ വെള്ളിയാഴ്ച ഉണ്ടായ പ്രളയം 82 പേരുടെ ജീവനെടുത്തുവെന്ന് ഞായറാഴ്ച അധികൃതർ സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് ആശങ്ക. പ്രളയം ഏറ്റവും ബാധിച്ച കെയർ കൗണ്ടിയിൽ മാത്രം 68 പേർ മരിച്ചു. ഗ്വാഡലുപ്പെ നദി കരകവിഞ്ഞ് പ്രളയം വന്നപ്പോൾ തീരത്തെ സമ്മർ ക്യാമ്പുകളിൽ നിന്ന് ഒഴുകിപ്പോയ പെൺകുട്ടികളിൽ പലരെയും ഇനിയും കണ്ടെത്തിയിട്ടില്ല. 10 സ്കൂൾ കുട്ടികളെയും കണ്ടുകിട്ടാനുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മൊത്തം 41 പേരെക്കുറിച്ച് ഇനിയും വിവരം കിട്ടാനുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിൽ നദിയിൽ 7.5 അടിയിൽ നിന്ന് 30 അടിയിലേക്കാണ് വെള്ളം പൊങ്ങിയത്. 4 കൗണ്ടികളിൽപ്പെട്ട 70 പേരുടെ ജഡങ്ങൾ 36 മണിക്കൂറിൽ 858 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും മിന്നൽ പ്രളയത്തിന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ഗവർണർ ഗ്രെഗ് ആബട്ട് പറഞ്ഞു. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു. ഏറെ നാശനഷ്ടം സംഭവിച്ച ബിഗ് കൺട്രി, കോൺജോ വാലി, സെൻട്രൽ ടെക്സസ്, കെർവിൽ സിറ്റി എന്നിവിടങ്ങളിൽ മിന്നൽ പ്രളയം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളിൽ കെർവിലിന് മുൻഗണന നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പലയിടത്തും ജലാശയങ്ങളിൽ വെള്ളം ഉയരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നദിക്കരയിൽ ജീവിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കെർ കൗണ്ടി ഷെരീഫ് താക്കീത് നൽകി. 30 അടി ഉയരത്തിൽ മരത്തിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന 2 പെൺകുട്ടികളെ രക്ഷിച്ചെന്ന റിപ്പോർട്ട് സത്യമല്ലെന്ന് അതിനിടെ ടെക്സസ് 21-ാം ഡിസ്ട്രിക്ട് റെപ്രസെന്റേറ്റീവ് ചാൾസ് യൂജിൻ ചിപ്പ് റോയ് പറഞ്ഞു. കെൻഡാൽ കൗണ്ടിയിൽ നിന്നുള്ള ആ കഥ സത്യമല്ല, അദ്ദേഹം എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. ശതകോടീശ്വരൻ എലോൺ മസ്ക് പ്രഖ്യാപിച്ച ദ അമേരിക്ക പാർട്ടിയുടെ നേതൃനിരയിൽ ഉന്നത സ്ഥാനത്ത് ഇന്ത്യൻ വംശജനെന്ന റിപ്പോർട്ട്. മസ്കിന്റെ ടെസ്ല കമ്പനിയിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ വൈഫ് ഓഫ് തനേജ പാർട്ടിയിൽ ട്രഷറർ, കസ്റ്റോഡിയൻ ഓഫ് റെക്കോർഡ്സ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ശനിയാഴ്ചയാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ജനതയ്ക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവസരം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പാർട്ടി നേതൃത്വത്തിൽ തനേജയുടെ നിയമനം
സ്ഥിരീകരിക്കുന്നത് US ഫെഡറൽ ഇലക്ഷൻ കമ്മീഷന് മസ്ക് പാർട്ടിയെക്കുറിച്ച് നൽകിയ വിവരങ്ങളിലാണ്. പാർട്ടിയുടെ പണം കൈകാര്യം ചെയ്യുന്ന ട്രഷറർ തിരഞ്ഞെടുപ്പ് പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ നൽകേണ്ടതുണ്ട്. സംഭാവനകളും ചിലവും അവരുടെ ചുമതലയിലാണ്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം. നിയമവിരുദ്ധമായ പണമിടപാടുകൾ തടയണം. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ 17 വർഷം ജോലി ചെയ്ത ശേഷം 2017 ടെസ്ലയിലെത്തിയ തനീജ 2023 CFO ആയത്. ചീഫ് അക്കൌണ്ടിംഗ് ഓഫീസർ, കോർപ്പറേറ്റ് കൺട്രോളർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റയുടൻ ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് ചുരുക്കാനും സൃഷ്ടിച്ച DOGE വകുപ്പിന്റെ ചുമതല മസ്കിന് നൽകിയിരുന്നു. ഫെഡറൽ ഏജൻസികൾ അടച്ചുപൂട്ടിയും ആയിരങ്ങളെ പിരിച്ചുവിട്ടുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പക്ഷേ വലിയ പ്രതിഷേധം വിളിച്ചുവരുത്തി. എങ്കിലും 2024 തിരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ധനസഹായം നൽകിയ മസ്കിന് പിന്നിൽ ട്രംപ് ഉറച്ചുനിന്നു. എന്നാൽ പിന്നീട് ഭിന്നതകൾ ഉടലെടുത്തു. ഏറ്റവും ഒടുവിൽ US കടബാധ്യത വർദ്ധിപ്പിക്കുന്ന ട്രംപിന്റെ ബജറ്റ് ബിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്നു എന്ന വിമർശനം മസ്ക് ഉയർത്തി. അഴിമതി കൊണ്ട് രാജ്യത്തെ പാപ്പരാക്കുന്ന ഒറ്റകക്ഷി സംവിധാനമാണ് നിലവിലുള്ളതെന്ന് മസ്ക് ആരോപിക്കുന്നു. അതിൽ നിന്ന് മോചനം സാധ്യമാക്കാനാണ് അമേരിക്ക പാർട്ടിക്ക് രൂപം നൽകുന്നത്. ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ 2026 സൈക്കിളിൽ പുതിയ പാർട്ടി എത്രമാത്രം നേട്ടമുണ്ടാക്കുമെന്നും പ്രവചിക്കാനാവില്ല. ട്രംപിനോട് എതിർപ്പുള്ള റെപ്രസെന്റേറ്റീവ് മാർജറി ഗ്രീൻ ടൈലർ, നിരീക്ഷകൻ ടക്കർ കാൾസൺ തുടങ്ങി ചില പ്രമുഖർ മസ്കിന്റെ കൂടെ കൂടിയേക്കും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.